ഒരിക്കൽ നിനക്കിതിന് അർഹതയില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് ഈ വംശവൃദ്ധിക്ക് നീയാ സഹായകമായത്. ഇവിടുത്തെ അനന്തരാവകാശിയെ ചുമക്കുന്ന നിന്നോട് ഒരു വേലക്കാരിയുടെ എന്ന പോലെ ഞാൻ പെരുമാറിയിരുന്നത്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഓർക്കുമ്പോ നല്ല വിഷമമുണ്ട്. അങ്ങനെയൊന്നും പറയല്ലമ്മേ. ഇന്നലെ വരെ ഈ വംശം നമ്മളോടൊപ്പം അവസാനിക്കുന്നുള്ള ഒരു വിഷമമായിരുന്നു എനിക്ക്. എന്നാൽ ഇന്ന് നാളെക്കുറിച്ചൊരു വലിയ പ്രതീക്ഷ ഉദിച്ചിരിക്കുക. എന്റെ ആഗ്രഹങ്ങളും പൂർത്തിയായി. ഈ വംശം നിന്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കും. അത് ശരിയാണ് വലിയച്ഛ. എത്രയോ കാലത്തിന് ശേഷമാ ഇവിടെ എല്ലാരും ഇങ്ങനെ സന്തോഷിക്കുന്നത്. ഇതിന് കാരണം വൈദേഹിയും ദേവനും തന്നെയാ. ദേവ, കൺഗ്രാറ്റ്സ്. വൈദേഹി, കൺഗ്രാറ്റുലേഷൻസ്. വൈദേഹി, കൺഗ്രാറ്റ്സ്. ഇതുവരെ ഞാൻ പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കരുത് കേട്ടോ. നിന്റെ അവകാശത്തെക്കുറിച്ച് അച്ഛനും അമ്മയും പറഞ്ഞപ്പോ ഞാൻ എന്തോ വിചാരിച്ചു. പക്ഷെ അത് ശരിയാണെന്ന് നീ വീണ്ടും തെളിയിച്ചു. ചേച്ചി, ഇപ്പൊ മനസ്സിലായല്ലോ നിനക്ക്? ഇന്ന് തൊട്ട് എല്ലാവരും വൈദേഹിയെ കാല് പോലും നിലത്ത് കുത്തിക്കാതെ മഹാറാണിയെ പോലെ നോക്കണം. എനിക്ക് ഒത്തിരി സന്തോഷായിട്ടോ. ഈ സന്തോഷത്തിൽ ഇവിടെ വെച്ചെന്റെ ജീവൻ പോയാലും കുഴപ്പമില്ല. ഇന്ദു, സന്തോഷിക്കേണ്ട സമയത്ത് എന്തിനാ ഇങ്ങനത്തെ വാക്കുകളൊക്കെ പറയുന്നേ? ഇന്ദു എന്റെ മക്കളെ മാത്രമല്ല, അവരുടെ മക്കളെയും കണ്ടിട്ട് പോയാൽ മതി. ഇനി ഈ വംശത്തിന് അന്ത്യമുണ്ടാവില്ല മോനെ. കാലങ്ങളോളം സൂര്യചന്ദ്രന്മാരെ പോലെ നമ്മുടെ വംശവും ഉണ്ടാവും. അതിങ്ങനെ കത്തി ജ്വലിച്ചു നിൽക്കും ദേവ. അമ്മേ, തിരുമേനി ഒന്ന് വിളിക്കണം. 10 ദിവസത്തേക്ക് അമ്പലത്തിൽ അന്നദാനം നടത്തണം. അജയ, നീ ആ മാനേജർ ഒന്ന് വിളിച്ചേ. നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും 6 മാസത്തെ ബോണസ് ഒന്നിച്ച് നൽകാൻ പറ. ആയിക്കോട്ടെ അച്ഛാ. അതൊന്നും ഒരു കുറവുമില്ലാതെ നടക്കും. വൈദേഹി എന്തിനാ നിക്കുന്നേ? പോയി കിടന്ന് ഉറങ്ങ്. ഇന്ദുമ്മ എന്തെങ്കിലുമൊക്കെ നല്ലത് കഴിക്കാൻ പറ. ദേവ, നോക്കി നിൽക്കാതെ പിടിച്ചോണ്ട് പോവളെ. പൊന്നുപോലെ നോക്കിക്കോണം. അവൾ എന്ത് ചോദിച്ചാലും അപ്പം മുന്നിലെത്തിക്കണം. ആയിക്കോട്ടെ അടുത്തേ. അമ്മ നോക്കി നിൽക്കാതെ അവളെ വിളിച്ചോണ്ട് ചെല്ല്. റെസ്റ്റ് എടുക്കണം. ചെല്ല്, കൊണ്ടുപോ ദേവ. പിടിച്ചോണ്ട് കിടക്കും. എന്ത് വേണമെങ്കിലും പറഞ്ഞാ മതി. അമ്മേ, മാങ്ങ എവിടെ കിട്ടുമെന്ന് നോക്ക്. കേട്ടല്ലോ അല്ലേ? എന്ത് വേണമെങ്കിലും പറഞ്ഞാ മതി. നീ സന്തോഷിച്ചാലേ ഈ വീട്ടിൽ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും. സന്തോഷം കൊണ്ട് മുഖം തിളങ്ങിയല്ലോ. നിങ്ങളുടെ അനിയൻ അച്ഛനാവാൻ പോകുന്നു. കേട്ടിട്ട് നാണം തോന്നുന്നില്ലേ? സ്വന്തമായിട്ടൊരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ ഒരു വകുപ്പുമില്ല. ഏയ്, മിണ്ടരുത്. ഒച്ച വെക്കാൻ നിനക്കൊരു അവകാശമില്ല. ആദ്യം നിന്നെ കൊണ്ട് 2 കാലില് എഴുന്നേറ്റ് നിൽക്കാൻ വല്ല വഴിയുണ്ടോന്ന് അന്വേഷിച്ചു നോക്ക്. അതിനുശേഷം ഈ ആവേശം എന്റെ കൂടെ നല്ലൊരു ദാമ്പത്യ ജീവിതം നടത്താൻ ഉപയോഗിക്കും. എന്നിട്ട് മതി ഈ ദേഷ്യവും ആവേശവും ഒച്ചവെപ്പും ഒക്കെ. മനസ്സിലായല്ലോ? അവന്റെ മുഖത്തെ ഒരു സന്തോഷം. നാണമില്ലല്ലോ നിനക്ക്? നിനക്കൊരു കാര്യം അറിയോടാ? എനിക്ക് എത്രയോ അവസരങ്ങൾ ഒത്തുകിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഞാൻ തെറ്റായി ഒരു ചുവട് പോലും വെച്ചിട്ടില്ല. മനസ്സിലാക്കിയ നിനക്ക് കൊള്ളാം. ഇറക്കെന്നെ ദേവേട്ടാ. വേണ്ട. വൈദേഹി, അവിടെ ഇരിക്കേ. ദേവേട്ടാ, വൈദേഹി, ഇപ്പൊ എങ്ങനെ അനങ്ങാൻ പാടില്ല. ദേവേട്ടാ, അവിടെ ഇരിക്കടി പെണ്ണേ. വൈദേഹി, ഈ നിമിഷം തൊട്ട് നീ നിന്നെ തന്നെ ഒരുപാട് സൂക്ഷിക്കണം. ഓരോ ചുവടും ശ്രദ്ധിച്ചു വേണം വയ്ക്കാൻ. സന്തോഷം കൊണ്ട് എനിക്ക് തുള്ളിച്ചാടാൻ തോന്നുന്നു വൈദേഹി. എന്താ ചെയ്യേണ്ടെന്നൊരു പിടിയും കിട്ടുന്നില്ല. ഇങ്ങനെ ഒരു കുഞ്ഞ് പിറക്കാൻ പോകുമ്പോ ഇതുപോലെ സന്തോഷിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ശരിക്കും നമ്മൾ ജനിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോഴും നമ്മുടെ അച്ഛനും അമ്മയും ഇതുപോലെ തന്നെ സന്തോഷിച്ചു കാണുമല്ലേ? ഈ ലോകത്തുള്ള സകല സന്തോഷങ്ങളും
എനിക്ക് ഒന്നിച്ച് കിട്ടിയ പോലെ തോന്നുക. അതെങ്ങനെയാ പറഞ്ഞറിയിക്കാന്ന് എനിക്ക് അറിയില്ല എന്റെ വൈദേഹി. ഇത്രയും നാളും നമ്മുടെ ബന്ധം നിലനിർത്താൻ നമ്മൾ ഒരുപാട് പോരാടി. ഇപ്പൊ നമ്മുടെ സ്നേഹത്തിന് ഒരു പ്രതിരൂപം ഉണ്ടാകാൻ പോവുക വൈദേഹി. ഇനി എന്നും നമുക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവൂ. ഈ അന്തരീക്ഷത്തിൽ പറന്നു നടക്കുന്നൊരു അനുഭൂതി എനിക്ക്. സന്തോഷം കൊണ്ടാ കരയുന്നേ? ഇന്നലെ വരെ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാനും നമ്മുടെ സ്നേഹം നിലനിർത്താനും ആ കരഞ്ഞത്. ഇന്നിപ്പോ ദേ ഈ സന്തോഷം വന്നപ്പോഴും നിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുക. ഇത് സന്തോഷം കൊണ്ട് വരുന്ന കണ്ണുനീരല്ല ദേവേട്ട. അതെന്താ നീ അങ്ങനെ പറഞ്ഞു കളഞ്ഞത്? നിനക്കെന്താ സന്തോഷമില്ലേ? എങ്ങനെ ദേവേട്ട ഞാൻ സന്തോഷിക്കാം? മനസ്സ് മൊത്തം പേടിയാ. ആ പേടിയിൽ ഈ സന്തോഷമൊക്കെ ഒരുക്കി തീർന്നു. ഭഗവാന്റെ അലങ്കാര പൂജ നടക്കുന്നതുവരെ മറ്റൊരു തലമുറയെക്കുറിച്ച് സ്വപ്നം കാണുക പോലും വേണ്ട. ഒരു പക്ഷേ നിന്റെ ഗർഭത്തിൽ ഒരു ജീവന്റെ തുടിപ്പുണ്ടായാലും അത് അവിടെ വെച്ച് തന്നെ കരിഞ്ഞു പോകും. അതല്ല ദേവേട്ട, നമ്മൾ എന്ത് പാപം ചെയ്തിട്ടാ നമ്മൾ ഇങ്ങനൊരവസ്ഥയിൽ കൊണ്ടുപോയി ദൈവം എത്തിച്ചത്? എന്തിനാ ഇത്രയും വലിയൊരു ശിക്ഷ? വൈദേഹി, നീ എന്തൊക്കെയാ പറയുന്നേ? അനന്തരാവകാശി വരുന്നു എന്നറിഞ്ഞ് ഈ വീട്ടിലെല്ലാരും എത്രമാത്രം സന്തോഷിക്കുന്നു എന്നുള്ള കാര്യം നീ കണ്ടതല്ലേ? അപ്പൊ അമ്മയാകാൻ പോകുന്ന എന്റെ ഈ മോള് ഒരുപാട് സന്തോഷിക്കണ്ടേ? നീ വിഷമിക്കാതിരിക്കെ. ഇത് ദൈവം തന്ന അനുഗ്രഹമല്ലേ, അല്ലാതെ ശാപമൊന്നും അല്ലല്ലോ. പിന്നെന്തിനാ പേടിക്കുന്നേ? അനുഗ്രഹം തന്നെയാ. പക്ഷെ ഈ ശാപത്തിന് മുന്നിൽ ഈ വരം നിലനിൽക്കോ? എന്റെ ഉള്ളിൽ തുടിക്കുന്ന ഈ ജീവന്റെ തുള്ളി നമ്മുടെ ജീവനായി പുറത്തേക്ക് വരുന്നു തോന്നുന്നുണ്ടോ? ലോകത്തെ ഏതൊരു പെൺകുട്ടിയും അമ്മയാവാൻ പോവാണെന്ന് അറിയുമ്പോ തൊട്ട് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളിലായിരിക്കും. പക്ഷെ എനിക്ക് മാത്രം ഇതൊരു സ്വപ്നമായി മാത്രം അവശേഷിക്കൂ എന്നുള്ള പേടിയാണ് ദേവേട്ട. ഇതുപോലത്തെ ഒരവസ്ഥ ഈ ലോകത്ത് വേറൊരു പെൺകുട്ടിക്ക് ഉണ്ടായിരിക്കില്ല ദേവേട്ട. ഭഗവാന്റെ അലങ്കാര പൂജ നടക്കുന്നതുവരെ മറ്റൊരു തലമുറയെക്കുറിച്ച് സ്വപ്നം കാണുക പോലും വേണ്ട. ഒരു പക്ഷേ നിന്റെ ഗർഭത്തിൽ ഒരു ജീവന്റെ തുടിപ്പുണ്ടായാലും അത് അവിടെ വെച്ച് തന്നെ കരിഞ്ഞു പോകും. എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. അച്ഛനാവാൻ പോവുക എന്നുള്ള സന്തോഷത്തില് ആ സ്വാമി പറഞ്ഞ കാര്യം മറന്നുപോയി. ആ ശാപത്തെക്കുറിച്ച് ഞാനങ്ങ് മറന്നുപോയി. സാരമില്ല. എന്തിനു വേണ്ടിയാ ആ ദൈവം ഇങ്ങനെ നമ്മുടെ സന്തോഷ നിമിഷങ്ങളെ പോലും വേദനയാക്കി മാറ്റുന്നത്? എത്രയൊക്കെ കഷ്ടപ്പാട് സഹിച്ചിട്ടാ മഹാദേവന്റെ അനുഗ്രഹം നേടിയതും ആഭരണങ്ങൾ എടുക്കാൻ നിലമാളികയിലേക്ക് പോയതും. എന്നിട്ടും അത് നമുക്ക് കിട്ടിയില്ലല്ലോ. അതെവിടെ പോയിരിക്കും, ആരെ എടുത്തതെന്ന് പോലും നമുക്കറിയില്ല. ഇനി ആഭരണങ്ങൾ കണ്ടുപിടിച്ച് ശിവനെയും പാർവതിയെയും അലങ്കരിച്ചാൽ മാത്രമല്ലാതെ ശാപം നമ്മളെ വിട്ടകലില്ല. ആ ശാപം നമ്മുടെ വംശത്തിന് ഏത് നിമിഷവും അന്ത്യം കുറിക്കുമല്ലോ ദേവേട്ട. അങ്ങനെയുള്ള അവസ്ഥയിൽ അടുത്ത തലമുറയിൽപ്പെട്ട നമ്മുടെ കുഞ്ഞിനെ നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് പേടിയാവുന്നു ദേവേട്ട. സത്യം മനസ്സിലാക്കാതെ ശാപവിമോചനം കിട്ടിയെന്നോർത്ത്
എല്ലാവരും സന്തോഷത്തിൽ കഴിയുക. അനന്തരാവകാശം കൂടിയായപ്പോ അവർ ആഘോഷിക്കുക. പക്ഷെ നടക്കാനിരിക്കുന്ന വിപത്ത് അവർക്കറിയില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല വൈദേഹി, ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ കുഞ്ഞിനെ ഒരു ശാപവും തീണ്ടാൻ പോകുന്നില്ല. നീ ഈ കുടുംബത്തിന്റെ അനന്തരാവകാശിയെ പേറിയിരിക്കുന്നേ. നമ്മുടെ അടുത്ത തലമുറയ്ക്കുള്ള വിത്താണത്. പക്ഷെ എങ്ങനെയാ ദേവേട്ടാ ശാപം? അതങ്ങ് മറന്നേക്ക്. ഇനി അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട. തലമുറകളായി കിട്ടാത്ത അനുഗ്രഹം നമുക്ക് കിട്ടിയിരിക്കുന്നേ. ഇപ്രാവശ്യവും ആരും ഒന്നും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും എന്താ സംഭവിച്ചത്? അതുകൊണ്ട് ഈ ശാപമോചനത്തിന് ഒരു വഴി ഒരുങ്ങിക്കോളും. നിന്റെ വയറ്റിൽ വളരുന്ന നമ്മുടെ ഈ കുഞ്ഞ് നമ്മുടെ സ്നേഹത്തിന്റെ പ്രതിരൂപമാണ് വൈദേഹി. ഇനി ഏത് ശാപമായിക്കോട്ടെ, നമ്മുടെ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഈ ബന്ധം എത്രയെത്ര പരീക്ഷണങ്ങളെ നേരിട്ട് കടന്നു വന്നതാണ്. ഈ പരീക്ഷണവും നമ്മൾ ഒരുമിച്ച് മറികടക്കും. ദേവേട്ടൻ നീ പറഞ്ഞത് സത്യമെങ്കിൽ എന്നെക്കാളും സന്തോഷിക്കുന്ന മറ്റാരും ഈ ലോകത്തുണ്ടാവില്ല. ഇനി ഒരു പക്ഷെ ആ ശാപം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ട് എന്റെ ജീവൻ എടുത്തോട്ടെ. എന്നാലും എന്റെ കുഞ്ഞിനൊന്നും പറ്റരുത്. നമ്മുടെ തലമുറ മുന്നോട്ട് പോകണം ദേവേട്ട. ആർക്കും ഒന്നും പറ്റില്ല വൈദേഹി. ആ മഹാദേവനെല്ലാം ശരിയാക്കിക്കൊള്ളും. നീ പേടിക്കണ്ട കേട്ടോ. ഓക്കെ? പിന്നെ നമ്മുടെ കുഞ്ഞിനോട് നീ ധൈര്യമായിട്ടിരിക്കാൻ പറയണം. ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത്ര പെട്ടെന്ന് നമ്മുടെ ദൈവം നമ്മളെ കൈവിടുവോ? അതുകൊണ്ട് നമ്മുടെ കുഞ്ഞിനെ നോക്കിക്കോണേ. വൈദേഹി തിരിച്ചു വന്നത് തന്നെ വലിയൊരു അടിയാ. ഇപ്പൊ അവള് ഗർഭിണിയായിരിക്കുന്നു. അവൾക്കൊരു കുഞ്ഞുണ്ടായ എനിക്ക് പിന്നെ വീട്ടിലെ പുല്ല് വിലയുണ്ടാവില്ല. കുറച്ചു നാള് കഴിഞ്ഞ പിന്നെ ചിലപ്പോ എന്നെ വീട്ടിലേക്ക് പോലും കയറ്റിന്ന് വരില്ല. എന്താ ഇപ്പൊ ആലോചിക്കുന്നേ? ഞാനീ പറഞ്ഞത് എന്നെ കുറിച്ച് മാത്രമല്ല, നിന്റെ അവസ്ഥ ഇതുപോലെ തന്നെ ആവും. നാളെ നിനക്കും ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും. അന്ന് കയറി കിടക്കാനേ ഒരു കുടിലെങ്കിലും നോക്കി വെച്ചോ. വേണ്ടാത്ത വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ വായി പല്ല് കാണില്ല. സത്യം പറയുമ്പോ നീ എന്തിനാ ചൂടാവുന്നേ? ഞാൻ പറഞ്ഞതിനെ കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നിനക്കും അജയനും എന്തായാലും കുട്ടികളുണ്ടാകാൻ പോകുന്നില്ല. വൈദേഹി പ്രസവിക്കുകയാണെങ്കിൽ അനന്തരാവകാശം അവരുടേത്, പിന്നെ ഈ വീടിന്റെ ഭരണവും അവരുടേതാവും. അവളുടെ ഗർഭത്തിൽ ഒരു പുഴു ഉണ്ടായതും കൊത്തിപ്പറിക്കാൻ കഴുകന്മാര് റെഡിയാവുന്നു. ദേവന്റെ ആരാധിയുടെയും കല്യാണം നടക്കും, രാജപദവി എനിക്ക് കിട്ടുമെന്നൊക്കെ സ്വപ്നം കണ്ടിട്ട് ഒരു കുന്തവും നടന്നില്ല. അക്ഷയ പാത്രമെങ്കിലും അടിച്ചു മാറ്റാന്ന് കരുതിയപ്പോ അതും അവനെ തലേ കൊണ്ട് കെട്ടിവെച്ചു. ഇത്രയും നാളുണ്ടായ അല്പം സ്വല്പം വിലയും ബഹുമാനവും ഒക്കെ പോയി കിട്ടും. പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? വൈദേഹിയുടെ വയറ്റിൽ ജീവന്റെ തുടിപ്പുണ്ടായപ്പോ അതിവിടെ നമ്മുടെ ജീവൻ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഏയ്, നിനക്കെന്താ ഇവിടെ കാര്യം? സഹായിക്കാന്ന് പറഞ്ഞു വന്നപ്പോ ഒന്നും മിണ്ടാതിരുന്നെന്ന് കരുതി എന്റെ പുറകെ നടന്ന രഹസ്യമായിട്ട് കാര്യങ്ങൾ പിടിക്കുക? അയ്യോ ഇല്ല, ഞാനൊന്നും കേട്ടില്ലേ. നിക്കവിടെ. ഇവിടെ കേട്ടത് മറ്റെവിടെങ്കിലും ചെന്ന് പറഞ്ഞ പിന്നെ നിങ്ങൾ ജീവനോടെ ഉണ്ടാവില്ല കളവി. ഇല്ലില്ല, ഞാൻ ആരോടും പറയില്ല. സത്യത്തില് ഞാനൊന്നും കേട്ടില്ല മോനെ.
ചന്ദ്രിക? അത് കൊള്ളാം. ചന്ദ്രികയായിരുന്നോ? മുതുക്കിത്തള്ളയുടെ വേഷത്തിൽ ഇവിടെ കയറി കൂടിയതാ. നീ വന്ന് കേറിയപ്പോ തന്നെ എനിക്ക് സംശയം തോന്നി തുടങ്ങിയതാ. കാശ് തരാന്ന് പറഞ്ഞപ്പോ നിരസിച്ച് ഒരു നേരത്തെ അന്നം മതിയെന്ന് പറയുന്നവര് ഇന്നത്തെ കാലത്ത് എവിടെയെങ്കിലും ഉണ്ടോ? പക്ഷെ നീ ആയിരിക്കുമെന്ന് ഞാൻ ഓർത്തില്ലായിരുന്നു. എന്തിനാ ഇങ്ങനൊരു വേഷം? എന്തുദ്ദേശത്തിലാ നീ ഇവിടെ കയറി പറ്റിയേ? നമ്മുടെ ലക്ഷ്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഈ വീട്ടിലുള്ളവരോടുള്ള വിദ്വേഷം ഒന്ന് തന്നെയല്ലേ? അതുകൊണ്ട് തന്നെ നീ കണ്ടതിൽ എനിക്കൊരു പേടിയുമില്ല. സത്യം ഞാൻ തുറന്നു പറയാം. ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതികാരം, അതിനൊരു പരിഹാരം കണ്ടെത്തണം. എന്ത്? പ്രതികാരം തീർക്കാൻ വന്നാണെന്നോ? അങ്ങനെയാണെങ്കിൽ പായസത്തിൽ വിഷം ചേർത്തതും നിന്റെ സൂത്രപ്പണി ആയിരിക്കുമല്ലോ. എന്താ ഒന്നും മിണ്ടാത്തെ? അങ്ങനെ ഒരു പണി ഒപ്പിച്ചിട്ട് പിടിക്കപ്പെടുമെന്നായപ്പോ പണിക്കാരിയുടെ മേൽ പഴിചാരി അവളെ നീ ഇവിടുന്ന് ഓടിച്ചതാണോ? പ്രതികാരം തീർക്കാൻ വന്നാണെന്ന് ഒരു കൂസലുമില്ലാതല്ലേ അവള് പറഞ്ഞത്. പിന്നെ ഇത്രയും ചോദ്യങ്ങൾക്ക് എന്താ പ്രസക്തി? എല്ലാം ചെയ്തത് ഇവള് തന്നെയാ. എന്റെ ഈശ്വര, വൈദേഹി ആ പായസം കളഞ്ഞ് വേറെ പായസം ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ഒന്നും പറ്റിയില്ല. അല്ലായിരുന്നെങ്കിൽ അത് കഴിച്ച് നമ്മളും മരിച്ചു പോവില്ലായിരുന്നോ? അയ്യോ, അത് ശരിയാ. ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. നീ ചെയ്തത് ഇത്തിരി കട്ടിയായി പോയി. ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് ഞങ്ങളെ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. കടക്കടി പുറത്തേക്ക്. ഇനി ഒരു നിമിഷം നീ ഇവിടെ നിന്നാ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയും. എവിടേക്ക് പോണമെന്നാണ് ഊർമിളെ? എന്റെ കള്ളത്തരം നീ പിടിച്ചതുപോലെ നിന്റെ കള്ളത്തരവും എനിക്കറിയാം. ഒരാള് മറ്റൊരാളെ കാണിച്ചു കൊടുത്താ രണ്ടു ഭാഗത്തും നഷ്ടമുണ്ടാവും. ലാഭവും നഷ്ടവും ദൈവം തീരുമാനിച്ചോളൂ. നിന്നെ ഇനിയും ഇങ്ങനെ തന്നെ വിട്ടാലേ ഇനിയും ഏതെങ്കിലും വിഷം കലർത്തി തന്ന് എല്ലാരെയും കൊന്നുകളയും. ഊർമിളെ, നമ്മളെ കുറിച്ച് അറിഞ്ഞാ കൂടിപ്പോയി ഇവിടുന്ന് പുറത്താക്കിയെന്നിരിക്കും. പക്ഷെ ഈ ചന്ദ്രിക ഇവിടെ തന്നെ നിർത്തിയാ നമ്മളെ നേരെ മേളിലേക്ക് അയച്ചു കളയും. എന്തിനാ ഈ ആവേശം വരും? എന്റെ മോളെ എനിക്ക് നഷ്ടപ്പെടുത്തിയ വിദ്വേഷത്തിന്റെ പേരിലാ വർമ്മയുടെ കുടുംബം മൊത്തം ശവപ്പറമ്പാക്കാൻ തീരുമാനിച്ചത്. കഷ്ടകാലത്തിനത് ചീറ്റിപ്പോയി. എന്തിനന്ന് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് ഇന്ന് എനിക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. എന്റെ പ്രതികാരം തീർക്കേണ്ടത് കുടുംബത്തിലെ സകലരെയും കൊന്നുകൊണ്ടല്ല, ആ വൈദേഹിയെ മാത്രം കൊന്നാ മതിയാകും.